നമസ്കാരം മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് മത്തങ്ങ പച്ചടി. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. ഞാനിത് സ്ഥിരം തയ്യാറാക്കുന്നതാണ് കേട്ടോ. മത്തങ്ങ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ്, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. പക്ഷെ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതേ രീതിയിലൊരു പച്ചടി തയ്യാറാക്കി കൊടുത്താൽ. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു പച്ചടിയാണ് ഇത്. ഉണ്ടാക്കാൻ മടിക്കേണ്ട. ഈ ഓണത്തിന് ഇതായിക്കോട്ടെ പച്ചടി. അപ്പം ഇതിനായിട്ട് മക്കളെ ഒരു നാടൻ മത്തങ്ങയാണ് കേട്ടോ. നമുക്കിതാണ് കിട്ടിയത്, നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ്. ഇത് കട്ട് ചെയ്ത് ഞാൻ തീർന്നു കഴിഞ്ഞപ്പം എന്നെ കണ്ടപ്പോൾ കിട്ടിയതാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് 250 ഗ്രാമോളം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം മഞ്ഞ വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഇപ്പം നമ്മൾ മത്തങ്ങ ഒരിക്കലും വേസ്റ്റാക്കി കളയരുത്. എന്ത് കറി വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലി കിളർന്നായതുകൊണ്ട് ഇത് എളുപ്പമാണ് തൊലി കളയാനും ഒക്കെ. പിന്നെ ഇതെല്ലാം ഇതേ രീതിയിൽ തന്നെ തൊലി കളഞ്ഞ് നമ്മളിങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്ക്വയർ പീസസായിട്ടാണ് നമ്മളിത് പച്ചടിക്ക് കട്ട് ചെയ്തത്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ സംശയമുണ്ട്, ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് കടുക് ചതച്ച് ചേർക്കും, മഞ്ഞൾപ്പൊടി ചേർക്കില്ല, മധുരം ചേർക്കില്ല. കിച്ചടിക്ക് നമ്മൾ മധുരം ചേർക്കും, മഞ്ഞൾപ്പൊടി ചേർക്കും, കടുക് ചതച്ച് ചേർക്കില്ല. അത് എൻ്റെ ഒരു അറിവാണ് കേട്ടോ. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക മക്കളെ. പിന്നെ ഇതേ രീതിയിൽ നല്ല സ്ക്വയറായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പച്ചടിക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ചട്ടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. 250 ഗ്രാമാണല്ലോ. എന്നിട്ട് ചട്ടിക്കകത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഒരു 5-6 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. അതെല്ലാം നല്ല വട്ടം ഞാനിത് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവാനുള്ള വെള്ളം മാത്രമേ ചേർക്കുള്ളൂ. 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുക. ആദ്യം വെള്ളമായാലും നമ്മളിതിനകത്ത് അരപ്പ് ചേർക്കണം, മോര് ചേർക്കണം, തൈര് ചേർക്കണം. അപ്പോൾ പിന്നെ ആദ്യം വെള്ളം ഇതിന് ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെക്കുകയാണ്. ഈ സമയത്തിനുള്ള അരപ്പ് ചേർക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ചെറിയ ഉള്ളിയും ചേർക്കും പച്ചടിക്ക് കേട്ടോ. പച്ചടിക്ക് 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് തന്നെ നമ്മൾ അരയ്ക്കും. കാരണം അധികം വെള്ളം നമ്മൾ പച്ചടിക്ക് നമ്മുടെ മത്തങ്ങയായിട്ട് ചേർത്തിട്ടില്ല. കണ്ടില്ല, നമ്മുടെ മത്തങ്ങ ഈ സമയത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വരാം. നമുക്ക് നല്ല ഫൈനായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ പച്ചടിയെല്ലാം നമ്മുടെ മത്തങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർക്കാം. നമ്മളിതിൽ ചതച്ച് അരയ്ക്കത്തില്ല കേട്ടോ. നമ്മൾ സെപ്പറേറ്റാണ് കടുക് ചതച്ച് ചേർക്കുന്നത്. കല്ലേ വെച്ച് ചതയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ ചതച്ച് ചേർക്കും. ഇതിനകത്ത് അരച്ച് ചേർത്താൽ ചിലപ്പോൾ ഇതങ്ങ് അരഞ്ഞു പോകും. അതൊരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴാണ് ഈ പച്ചടിയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ അമ്മിക്കല്ലയിലൊക്കെ വെച്ച് ചതച്ചാണല്ലോ എടുക്കാറ്. അപ്പോൾ ഇത് കൂട്ടി യോജിപ്പിച്ച് അവിടെ നമുക്കൊന്ന് അടച്ചു വെക്കാം, അരപ്പൊന്ന് വേവാൻ വേണ്ടി. ഈ സമയത്ത് നമുക്കിത് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ നല്ല ചതയ്ക്കാനായിട്ട് ഞാൻ ഇടികല്ലിലാണ് 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് അങ്ങ് ചതച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചതച്ച് നമുക്ക് അന്നേരം തന്നെ നമ്മുടെ കറിയിൽ അരപ്പിൻ്റെ കൂടെ തന്നെ ചേർക്കാം കേട്ടോ. ഞാനത് ചേർത്തില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ ചേർത്തത്. ഈ സമയത്ത് നമ്മൾ 250 ഗ്രാം തന്നെ നല്ല കട്ടി തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കണ്ട ഈ കോർക്ക് വെച്ച് നന്നായിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചാൽ ഇതങ്ങ് വെള്ളമായി പോകും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അരപ്പെല്ലാം നമ്മുടെ മത്തങ്ങയ്ക്കകത്ത് പിടിച്ച് നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ. നമ്മുടെ ഈ കറി ഇലയിൽ ഒഴിച്ചാൽ അവിടെ കിടക്കണം. അങ്ങനെയാണല്ലോ പച്ചടി ഓടിപ്പോകരുത്. അതേ രീതിയിൽ കുറുകി വേണം. അപ്പോൾ നല്ല കുറുകിയ തൈരായതുകൊണ്ട്, കട്ട തൈരായതുകൊണ്ട്, പിന്നെ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ വേണ്ടുന്നത്. പുളിയായാലും കുഴപ്പമില്ല, നമ്മുടെ മത്തങ്ങയ്ക്ക് ഒരു ഊറ മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കൂട്ടി യോജിപ്പിച്ചത്. ഈ സമയത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് നമ്മൾ നേരത്തെ ഇടാത്തതുകൊണ്ട് ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് തിളച്ച് ആ കടുക് ഒന്ന് വേവണം. അപ്പോൾ ഇത് പുരിയത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കൊമള വരുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈവിടാതെ ഇളക്കണം, അന്നേരം നമ്മുടെ ഇത് പിരിയത്തില്ല കേട്ടോ. കണ്ടില്ലേ, കൊമള പോലെ വന്നു. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുക് താളിപ്പാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ
ചെറിയ ഉള്ളിയും ചേർത്ത് നല്ല ബ്രൗൺ കളറായി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ്. മൂത്ത് നല്ല മണമൊക്കെ വരണം. ഈ സമയത്ത് നമ്മൾ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ 2-3-4 വറ്റൽ മുളകും പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. നടുവ് പൊട്ടിച്ചിടുന്നുണ്ട്, മുറിച്ചിടുന്നില്ല. നടുവ് പൊട്ടിച്ച് ഇട്ട് നമ്മൾ കറിവേപ്പിലയും ചേർക്കും. നമ്മുടെ മുളക് ഒന്ന് മൂത്തതിന് ശേഷമാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കൂട്ടി യോജിപ്പിച്ച് നമ്മളിതിലേക്ക് പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കായമാണ് കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റാണ്. 1/2 ടീസ്പൂൺ കായവും ചേർത്ത് കൂട്ടി ഇളക്കി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോടുകൊണ്ടിരിക്കുന്ന നിശ്ചലമായിട്ടിരിക്കുന്ന നമ്മുടെ പച്ചടിയാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്യണം മക്കളെ. ചേർത്തിട്ട് നമ്മൾ ആ ചട്ടിയിലേയും കൂടെ നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റാണല്ലോ ചട്ടിക്കകത്ത് അത് കഴിക്കാൻ. അപ്പോൾ നമ്മളിതൊന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് കൂട്ടി ഇളക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറെല്ലാം ഇതിൻ്റെ കറിക്കകത്തെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് മക്കളെ. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. ചോറ് കഴിക്കാനും ചോറിനൊരു കറിയായിട്ട് ഉപയോഗിക്കാനും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനും ഒക്കെ നല്ലതാണ് ഈ മത്തങ്ങ. ഞാൻ പറഞ്ഞില്ല, മത്തങ്ങയുടെ ആരോഗ്യ ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മത്തങ്ങ കിട്ടുമ്പോൾ ഒരിക്കലും നമ്മൾ കളയരുത്. ഇതേ രീതിയിലൊക്കെ കറി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അമ്മയെ അറിയിക്കുക. കണ്ടില്ലേ, നല്ല കുറുകിയ ഇതാണ് നമ്മുടെ ഇലയ്ക്കകത്ത് പച്ചടി. ഓണത്തിന് ഇത് ആയിക്കോട്ടെ, ഈ വർഷത്തെ പച്ചടി ഇതും കൂടെ ഇതായിക്കോട്ടെ എന്നല്ല, ഇതും കൂടെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കഴിക്കാം. അപ്പം എല്ലാവരും അമ്മയ്ക്ക് ആദ്യം കാണുമ്പോൾ തന്നെ ലൈക്ക് ഇടുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അതും കൂടെ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണമെങ്കിൽ അമ്മയിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ്, ഞാനിത് ആസ്വദിച്ച് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ അമ്മയെ സപ്പോർട്ട് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം, എങ്കിലേ അമ്മയിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.